എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ യൂനുവിനെയും അതേപോലെ തന്നെ ഹാങ്ങിനെയും കാണിച്ചുകൊണ്ടാണ് അവർ രണ്ടുപേരും ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂനു ആണെങ്കിൽ ഹാങ്ങിനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും, ഞാൻ നീ മരിക്കുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് നിന്നോട് ഡിവോഴ്സിനെ പറ്റി പറയാഞ്ഞത് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹാങ്ങിന് ഭയങ്കര ദേഷ്യം വരും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നേരം നമ്മുടെ യൂനു ആണെങ്കിൽ ഇവളെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കാനല്ലേ നോക്കിക്കൊണ്ടിരുന്നേ. പെട്ടെന്ന് തന്നെ അവൻ്റെ ടോണൊക്കെ മാറ്റി സംസാരിക്കുന്ന കേട്ടിട്ട് അവക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ യൂനു പറയും, നിന്നെ കാരണം എൻ്റെ ജീവിതം എന്തുമാത്രം നരകമായെന്ന് നിനക്കറിയാവോ, ഞാൻ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്ന് നിനക്കറിയാവോ, ഞാൻ എന്തുമാത്രം കരഞ്ഞിട്ടുണ്ടെന്ന് നിനക്കറിയാവോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ യൂനു ആണെങ്കിൽ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ നിരത്തി പറയും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ഹാങ് ആണെങ്കിൽ അവൻ്റെ അടുത്ത് ചോദിക്കും, നിനക്കിപ്പോൾ എന്താ വേണ്ടേന്ന്. അപ്പോൾ നമ്മുടെ യൂനു പറയും, എനിക്ക് ഡിവോഴ്സ് വേണം, കൂട്ടത്തിൽ തന്നെ നീ ഒരു വെൽപത്രം എഴുതുമെന്നും പറഞ്ഞില്ലേ, അതും എൻ്റെ പേരിലാക്കി തരണം. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹാങ് ആണെങ്കിൽ കൈയൊക്കെ ചുരുട്ടി പിടിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഇത്രയും നേരം വിചാരിച്ചത് അവൾക്ക് എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്നായിരുന്നില്ലേ, എന്നാൽ പെട്ടെന്ന് തന്നെ അവൾക്ക് ജീവിക്കണമെന്ന് തോന്നും. സത്യത്തിൽ നമ്മുടെ യൂനു ഇങ്ങനെ ചെയ്യുന്നതും ഇതേ കാരണത്തിന്റെ പേരിലാണ്. ഡോക്ടർ അവൻ്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നോ, അതായത് നമ്മുടെ ഹാങ് ആണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചാൽ മാത്രമേ അവൾക്ക് അവളുടെ ജീവൻ നിലനിർത്താൻ പറ്റത്തുള്ളൂ എന്ന്. അതിൻ്റെ പേരിലാണ് നമ്മുടെ യൂനു ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞേക്കുന്നത്. അപ്പോഴാണെങ്കിൽ നമ്മുടെ ഹാങ് അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയും, നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല, നീ സമാധാനമായിട്ട് ഒരിക്കലും ജീവിക്കത്തില്ല എന്ന്. ഇത് കേൾക്കുന്നേ യൂനു പറയും, അതെ അത് തന്നെയാണ് വേണ്ടത്, നീ എന്നെ വെറുതെ വിടരുത്, നീ എന്നെ എന്തുമാത്രം ടോർച്ചർ ചെയ്യാൻ പറ്റുമോ അത്രയും ടോർച്ചർ ചെയ്തോണമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അവിടെ നിന്ന് അടി കൂടിക്കൊണ്ടിരിക്കും. അതിനുശേഷം കാണിക്കുന്ന നമ്മളുടെ ചെയർമാൻ്റെ അടുത്താണ്. അവിടെയാണെങ്കിൽ ചെയർമാനും ഹാങ്ങിൻ്റെ അച്ഛനും അതേപോലെ തന്നെ ചിയോളും എല്ലാവരോടും ചേർന്നിട്ട് ഒരു മീറ്റിംഗ് പോലെ കണ്ടക്ട് ചെയ്യുമായിരുന്നു. അവിടെ ഓരോരോ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ചെയർമാൻ ആണെങ്കിൽ പറയും, ഞാനാണെങ്കിൽ ചിയോളുടെ പ്രായത്തിൽ ജയിലിൽ പോയിട്ടുണ്ടായിരുന്നു എന്ന്. സത്യം പറഞ്ഞാൽ ഇവരുടെ കമ്പനി ആണെങ്കിൽ ഇപ്പോൾ എന്തൊക്കെയോ ഇഷ്യൂസ് നേരിട്ടുകൊണ്ടിരിക്കുക, അതായത് ഫണ്ട് റിലേറ്റഡ് ആയിട്ട്. അങ്ങനെ ഇരിക്കാൻ നേരത്ത് എല്ലാവരും നമ്മുടെ ചിയോളിനെ നോക്കി സംസാരിക്കും. അവന് കാര്യമൊന്നും മനസ്സിലാവത്തില്ല. അപ്പം നമ്മുടെ ചെയർമാൻ ആണെങ്കിൽ ചിയോളിനെ നോക്കിയിട്ട് പറയും, നിനക്കും ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ നീ ജയിലിൽ പോകത്തില്ലേ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ചിയോളിനെ എന്തുവാന്നൊന്നും മനസ്സിലാവത്തില്ല. അവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. കുറച്ച് കഴിയുന്നതും നമ്മളുടെ ഹാങ്ങിൻ്റെ അച്ഛൻ പറയും, പിന്നെന്താ, അവനാണെങ്കിൽ ഇവിടെ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ, ഇങ്ങനെ ജയിലിലൊക്കെ പോയാലല്ലേ നീയാണ് ഈ ക്യൂൻസ് ഗ്രൂപ്പിൻ്റെ അടുത്ത തലമുറയിലുള്ള ആളെന്ന് എല്ലാവർക്കും മനസ്സിലാവത്തുള്ളൂ. ഇത് കേൾക്കുന്നേ നമ്മുടെ ചിയോളിന് മനസ്സിലാവും, അതായത് എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്, അവസാനം ജയിലിൽ പോവേണ്ട എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവനായിരിക്കും പോവേണ്ടത് എന്ന്. ഉടനെ തന്നെ ചിയോള് പറയും, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, ഞാനൊന്നും പോകത്തില്ല ജയിലിൽ എന്നും പറഞ്ഞിട്ട് അവനിങ്ങനെ അടി കൂടിക്കൊണ്ടിരിക്കും. അതേസമയം തന്നെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ഒരാളാണെങ്കിൽ പറയും, നമ്മളുടെ സ്റ്റോക്കൊക്കെ ഇവ ഭയങ്കരമായിട്ട് ഇടിഞ്ഞുകൊണ്ടിരിക്കുവാണ്, അതിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും പവർഫുൾ ആയിട്ടുള്ള ഒരാളിനെ ആവശ്യമുണ്ട് എന്ന്. അപ്പോഴും നമ്മുടെ ചെയർമാൻ ഇങ്ങനെ ആലോചിക്കും, അതായത് യൂൻസെങ്ങും നമ്മളുടെ ചിയോളും കൂടി ചേർന്നിട്ട് ഒരു പ്രോജക്റ്റ് നടത്താമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുമല്ലായിരുന്നോ. വേഗം തന്നെ നമ്മുടെ ചെയർമാൻ ആണെങ്കിൽ ചിയോളുടെ അടുത്ത് പറയും, നീ ആ പ്രോജക്റ്റ് നടത്താൻ വേണ്ടി ഇരുന്നതല്ലേ, ഞാൻ അതിനെ അപ്രൂവ് ചെയ്യുവാണ്, ആ യൂൻസെങ്ങുമായിട്ട് ചേർന്ന് നിനക്കത് ചെയ്യാം എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഹാങ്ങും അതേപോലെ തന്നെ യൂനുവും കൂടി തിരിച്ച് കൊറിയയിലോട്ട് വരുന്നതാണ്. അവരിങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ യൂനു ആണെങ്കിൽ അവിടുത്തെ എയർപോർട്ടിലായിട്ടുള്ള ന്യൂസിൽ ഒരു സംഭവം കാണും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിയോളും അതേപോലെ തന്നെ യൂൻസെങ്ങും കൂടി ചേർന്നിട്ട് അവരുടെ ആ പ്രോജക്റ്റിലെ അതിനകത്ത് സൈൻ ചെയ്തിരിക്കുന്നത്. ഇത് കാണുന്നേ നമ്മുടെ യൂനു ഭയങ്കര ഷോക്കാവും. എന്താണെന്ന് വെച്ചാൽ അവൻ ഓൾറെഡി പറഞ്ഞിട്ടല്ലേ പോയത്, ഇത് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നല്ലതുപോലെ ആലോചിക്കണം എന്ന്. അപ്പോൾ അവൻ വിചാരിക്കും, എന്നാലും ഈ ചിയോള് ഇത്ര പെട്ടെന്ന് എടിപിടിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തോ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ യൂൻസങ് ആണെങ്കിൽ അവിടെ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതാണ്. ഇവൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വിധേനെ നമ്മുടെ ക്യൂൻസ് ഗ്രൂപ്പിൻ്റെ ഒരു 3/4 ഷെയറും കൈക്കലാക്കണം. അവൻ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടിയും ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനെപ്പറ്റി വലിയ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ക്യൂൻസ് ഗ്രൂപ്പിലെ ആൾക്കാർക്ക് ആർക്കും തന്നെ മനസ്സിലായിട്ടില്ല. അവരെല്ലാവരും ഇപ്പോൾ തുടങ്ങുന്ന ആ പ്രോജക്റ്റിൽ നിന്ന് വലിയ പ്രോഫിറ്റ് കിട്ടും എന്നുള്ള രീതിക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ യൂൻസങ് ആണെങ്കിൽ അതിനകത്ത് പല പ്ലാനും റെഡിയാക്കിയും വെച്ചിട്ടുണ്ട്. അവൻ അതിനെപ്പറ്റിയൊക്കെ അവൻ്റെ ടീമിൻ്റെ അടുത്ത് നല്ലതുപോലെ ഇരുന്ന് ചർച്ച ചെയ്യും. അവരും ഇതെല്ലാം കേട്ടിട്ട് ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ആവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഉടനെ ആ ക്യൂൻസ് ഗ്രൂപ്പ് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരേ ഒരാളെന്ന് പറഞ്ഞാൽ നമ്മുടെ യൂൻസങ് മാത്രമായിട്ടായിരിക്കും അവസാനം ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഹാങ്ങിൻ്റെ വീട്ടിലാണെങ്കിൽ എല്ലാവരോടും ഇരുന്നിട്ടൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ചെയർമാൻ ഹാങ്ങിൻ്റെ അടുത്ത് ചോദിക്കും, എങ്കിലും നിനക്ക് എങ്ങനെ അവനെ വിശ്വസിക്കാൻ സാധിച്ചു, എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല, അവൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന്. ഉടനെ തന്നെ നമ്മുടെ ഹാങ്ങിൻ്റെ അച്ഛനും ഇത് തന്നെ പറയുന്നത്, യൂനുവിനെ നമ്മളെല്ലാവരും കണ്ണടച്ച് വിശ്വസിച്ചു, എങ്കിലും അവൻ ഇങ്ങനെ ചെയ്യുന്നു ഞാനും ഒട്ടും വിശ്വസിക്കുന്നില്ല. ഉടനെ തന്നെ ചെയർമാൻ പറയും, എങ്കിലും അവനെതിരെയാണല്ലോ എല്ലാ തെളിവും, പോരാത്തിന് അവനാണെങ്കിൽ നിന്നെ ഡിവോഴ്സ് ചെയ്യാനും റെഡി ആയിട്ട് നിൽക്കുവാണ്. അവൻ ഡിവോഴ്സ് ചെയ്യാനുള്ള റീസൺ എന്തായിരിക്കും, അവൻ ഇനി വേറെ വല്ല അഫെയറും കാണോ, എന്തായിരുന്നാലും അവനുള്ള നല്ല പണിഷ്മെന്റ് കൊടുക്കണം എന്നൊക്കെ
നമ്മുടെ ചെയർമാൻ ഇങ്ങനെ ഇരുന്ന് പറയും. ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന ഹാങ് ആണെങ്കിൽ അവിടെ പറയും, അതായത് എൻ്റെ പ്രശ്നമല്ലേ, ഞാൻ എന്തായിരുന്നാലും ഇത് സോൾവ് ആക്കിക്കോളാം. എനിക്ക് നന്നായിട്ടറിയാം യൂനുവിനെ എന്ത് വേണോ എന്ന്. അവന് ഞാൻ ഉറപ്പായിട്ടും ഡിവോഴ്സ് കൊടുക്കും, കൂട്ടത്തിൽ തന്നെ ഈ കമ്പനിയിൽ നിന്ന് അടിച്ച് പുറത്താക്കും. അതിന് മുന്നേ ആയിട്ട് എനിക്ക് അവൻ്റെ ഡോക്യുമെൻസും കാര്യങ്ങളും എല്ലാം നല്ലതുപോലെ ചെക്ക് ചെയ്യണം. ഏതെങ്കിലും ഒരു തുമ്പ് കിട്ടട്ടെ, അവൻ അതിന് വേണ്ടിയിട്ടുള്ള ഫൈനും അടപ്പിച്ച് അവനെ എത്രത്തോളം നശിപ്പിക്കാവോ അത്രയും നശിപ്പിച്ചിട്ട് മാത്രമേ ഞാൻ ഇവിടെ നിന്ന് വിടത്തോളൂ എന്നൊക്കെ നമ്മുടെ ഹാങ് പറയും. ഇവളിപ്പോൾ തീരുമാനം എടുത്തിട്ടിരിക്കുക, അതായത് നമ്മുടെ യൂനൂരുടെ അടുത്ത് എങ്ങനെയെങ്കിലും റിവെഞ്ച് എടുക്കണം എന്ന്. എന്നിട്ട് അവൾ പറയും, ഇതെല്ലാം ഞാൻ പ്രോപ്പറായിട്ട് ചെയ്തോളാം, നിങ്ങൾ ഇതിനകത്ത് തലയിടേണ്ട യാതൊരു ആവശ്യമില്ലാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവും. കൂട്ടത്തിൽ തന്നെ അവിടെ ഇരിക്കുന്ന ആ ഡിവോഴ്സ് പേപ്പർ ഇല്ലേ, അതും അവൾ എടുത്തിട്ട് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ യൂനുവിനെയാണ്. അവനാണെങ്കിൽ കൊറിയയ്ക്ക് വരുന്നതും നേരെ വന്ന് മീറ്റ് ചെയ്യുന്ന അവൻ്റെ ഫ്രണ്ടിനെയാണ്. ഇവൻ്റെ ഫ്രണ്ടാണെങ്കിൽ നമ്മുടെ യൂനുവിനെ കാണുന്നതും ഭയങ്കരമായിട്ട് സന്തോഷിക്കും. കൂട്ടത്തിൽ തന്നെ ചോദിക്കും, അല്ല നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്, നീ ഹാങ് തമ്മിൽ വലിയൊരു അടി കഴിഞ്ഞിട്ട് നിൽക്കുമല്ലേ, അവൾ നിന്നെ എന്തെങ്കിലും ചെയ്തോ, അവൾ എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിക്കും. പെട്ടെന്ന് തന്നെ യൂനു പറയും, അവൾ ദേഷിച്ചതൊന്നുമില്ല, പകരം അവൾ കരയാണ് ചെയ്തത്, എനിക്കത് കണ്ടപ്പോഴാണ് ഒട്ടും സഹിക്കാൻ പറ്റാഞ്ഞേന്ന്. അപ്പോൾ നമ്മളുടെ യൂനുവിൻ്റെ ഫ്രണ്ടാണെങ്കിൽ പറയും, എങ്കിൽ പിന്നെ നിനക്ക് സത്യമെല്ലാം പറഞ്ഞുവിടായിരുന്നു, നിനക്ക് ഇപ്പോഴും അവളെ ഇഷ്ടമാ എന്ന്. ഉടനെ തന്നെ യൂനു പറയും, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവൾ പഴയ അവസ്ഥയിലോട്ട് പോകും, അതിനേക്കാട്ടും നല്ലത് അവൾക്ക് ഇനിയും ജീവിക്കാനുള്ള എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നതാണ്. അവൾ എന്നെ നശിപ്പിക്കാൻ എന്നുള്ള പേരിലെങ്കിലും കുറച്ച് കാലവും കൂടി എൻഗേജ്ഡ് ആയിട്ടിരിക്കുമല്ലോ, അതിനുവേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ അവൻ പറയും. എന്നിട്ട് നമ്മുടെ യൂനു ആണെങ്കിൽ നേരെ കാണാൻ വരുന്ന നമ്മുടെ ചെയർമാനെയാണ്. അയാളെ കണ്ട് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂനു ഇങ്ങനെ ഇറങ്ങി വരുന്നത് പുറത്തായിട്ട് ചിയോള് കാത്തിരിക്കുമായിരുന്നു. അവനാണെങ്കിൽ നമ്മുടെ യൂനുവിനെ കണ്ടിട്ട് ചോദിക്കും, എങ്കിലും നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല, നിനക്കാണെങ്കിൽ ക്യൂൻസ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ആവണമല്ലേ, അതിന് വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തു വെച്ചത്. എന്തൊക്കെയായിരുന്നാലും നീ ഒരിക്കലും ക്യൂൻസ് ഗ്രൂപ്പിൻ്റെ ചെയർമാനൊന്നും ആവത്തില്ല, ആ പൊസിഷൻ എനിക്കുള്ളതാ. ഇതൊക്കെ കേൾക്കുന്നതും നമ്മളുടെ യൂനു ആണെങ്കിൽ ഇവനെ മൈൻഡ് ചെയ്യാതെ കയറിപ്പോകാനായിട്ട് ഒരുങ്ങും. അപ്പോൾ നമ്മളുടെ ചിയോള് വീണ്ടും പുറകെ വന്ന് സംസാരിക്കാൻ ഒരുങ്ങും. ഉടനെ തന്നെ നമ്മളുടെ യൂനു അവൻ്റെ അടുത്ത് തിരിഞ്ഞു നിന്നിട്ട് ചോദിക്കും, നീ എന്തിനാ ആ പ്രോജക്റ്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്, ഞാൻ ഓൾറെഡി നിൻ്റെ അടുത്ത് പറഞ്ഞില്ലേ ആ പ്രോജക്റ്റിനകത്ത് എന്തോ ഒരു ട്രാപ്പ് ഉണ്ട് എന്ന്. നിനക്കാണെങ്കിൽ തോന്നുന്നതാ അതിൽ നിന്ന് നിനക്ക് നല്ല പ്രോഫിറ്റ് കിട്ടുമെന്ന്. എനിക്ക് തോന്നുന്നത് നിന്നെ അവർ പറഞ്ഞു പറ്റിക്കുമെന്നാ. പോരാത്തതിന് നീ നടത്താൻ പോകുന്ന ആ സ്ഥലത്തിൻ്റെ ലൈസൻസ് പോലും ഇതുവരെ ക്ലിയർ ആയിട്ടില്ല, അതൊക്കെ കിട്ടുമെന്ന് നിനക്ക് എന്താ ഇത്രയ്ക്ക് ഉറപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ യൂനു ആണെങ്കിൽ ചിയോളുടെ അടുത്ത് വീണ്ടും വാണിങ് കൊടുക്കും. എന്നാൽ ചിയോളാണെങ്കിൽ ഇതൊന്നും കേൾക്കാൻ റെഡി ആയിരുന്നില്ല. അവൻ പറയും, നീ എന്തിനാ ഞാൻ ചെയ്യുന്ന കാര്യത്തിലെല്ലാം എപ്പോഴും കുറ്റം കണ്ടുപിടിക്കുന്നത്, ഞാൻ ഇത്തവണ ചെയ്യുന്നത് സക്സസ് ആവുക തന്നെ ചെയ്യും, അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല, നീ നോക്കിക്കോ, ഞാൻ ഉറപ്പായിട്ടും അതിനകത്ത് സക്സസ് ആയി കാണിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചിയോളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ കേൾക്കുന്ന യൂനുവിന് എന്ത് പറയണമെന്ന് കൂടി അറിയത്തില്ല. അവന് മനസ്സിലാവും, അതായത് ഇനി ചിയോളുടെ അടുത്ത് ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല എന്ന്. അങ്ങനെ നമ്മളുടെ യൂനു ആണെങ്കിൽ വേഗം തന്നെ അകത്തോട്ട് കയറി അങ്ങ് പോകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ യൂനു ആണെങ്കിൽ ആ വീട്ടിനകത്തായിട്ട് ചെന്ന് കയറുന്നതാണ്. ഇപ്പം ആരെയും അങ്ങനെയൊന്നും അകത്തോട്ട് കയറ്റി വിടത്തില്ല. നമ്മുടെ യൂനുവിനെ കാണുന്നതും ഹാങ്ങിൻ്റെ അമ്മ പറയും, നീയാണെങ്കിൽ നിന്റെ കയ്യിലുള്ള ഡിവൈസ് എല്ലാം ഇവിടെ വെച്ചിട്ട് കയറിയാൽ മതി. നമ്മുടെ യൂനുവിനെയും നല്ലതുപോലെ ചെക്ക് ചെയ്തിട്ടാണ് അവരകത്തോട്ട് കയറ്റി വിടുന്നത്. നമ്മുടെ ഈ ചെയർമാൻ ആണെങ്കിൽ യൂനുവിനെ കാണുന്നതും അവൻ്റെ അടുത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. നീ എന്തായിരുന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല, നീ എന്തിനാ ഹാങ്ങിനെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, പോരാത്തതിന് നിനക്കാണെങ്കിൽ വേറൊരു കമ്പനിയായിട്ട് നല്ല ബന്ധമുണ്ടെന്ന് മനസ്സിലായി, നീ എൻ്റെ റൂമിലായിട്ട് ഒരു ഡിവൈസ് വെച്ചില്ലേ, അത് വെച്ചിട്ട് നീ ഇൻഫർമേഷൻ എല്ലാം ചോർത്തിട്ട് വേറൊരു കമ്പനിക്കും കൊടുത്തു, ഫിനാൻഷ്യൽ ടീമിലെ ആളുമായിട്ടും നീ നല്ല ടൈപ്പ് വെച്ചിട്ട് അവിടെ നിന്ന് ഇൻഫർമേഷൻസ് ഒക്കെ ചോർത്തി കൊടുത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ യൂനുവിനടുത്ത് സംസാരിക്കും. യൂനു ആണെങ്കിൽ പറയും, നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് എനിക്കിതുവരെ ഒന്നും മനസ്സിലായിട്ടില്ല, എന്തായിരുന്നാലും ഒരു കാര്യം ഞാൻ കൺഫേം ആയിട്ട് പറയാം, ഞാൻ നിങ്ങളുടെ കമ്പനീനെ ഒരിക്കലും ഒറ്റ കൊടുക്കാൻ നോക്കിയിട്ടില്ല, എൻ്റെ കയ്യിൽ അതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രൂഫ് ഒന്നുമില്ല, എങ്കിലും ഞാനൊരു കാര്യം കാണിച്ചു തരാം എന്നും പറഞ്ഞിട്ട് നമ്മളുടെ യൂനു ആണെങ്കിൽ ഈ ചെയർമാൻ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കും. അതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കമ്പനിയുടെ ആളും അതേപോലെ തന്നെ നമ്മുടെ ക്യൂൻസ് ഗ്രൂപ്പിൻ്റെ ഫിനാൻഷ്യൽ ഹെഡും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോയാണ്. അപ്പോൾ നമ്മുടെ യൂനു പറയും, ഇവർ രണ്ടുപേരും പണ്ട് തൊട്ടേ ബെസ്റ്റ് ഫ്രണ്ട്സാണ്, എൻ്റെ ഏറ്റവും വലിയ ഡൗട്ട് ഇയാൾ തന്നെയായിരിക്കും നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചോർത്തി കൊടുത്തത് എന്നാ. അതേപോലെ തന്നെ എൻ്റെ റൂമിൽ ഇങ്ങനെയുള്ള ഡിവൈസസ് ഒന്നും വെച്ചത് ഞാൻ അറിഞ്ഞിട്ട് കൂടിയില്ല, അത് വേറെ ആരോ ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അതും എന്നെ ഇവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കേൾക്കുന്നത് നമ്മുടെ ചെയർമാൻ ആണെങ്കിൽ യൂനുവിൻ്റെ അടുത്ത് കുറച്ച് വിശ്വാസം വരും. അയാളാണെങ്കിൽ അപ്പോൾ ചോദിക്കും, അപ്പോൾ പിന്നെ നീ തന്നെ പറ, ആരായിരിക്കും നമ്മുടെ കമ്പനിക്കെതിരായിട്ട് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ യൂനു ആണെങ്കിൽ പറയും, അതിനെപ്പറ്റി ഞാൻ ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല, ഞാനിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തിരക്കിക്കൊണ്ടിരിക്കുക എന്ന്. സത്യം പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുന്നത് അവിടെ ഇരുന്നിട്ട് നമ്മുടെ യൂൻ സംഘം കണ്ടുകൊണ്ടിരിക്കുക. അതായത് അവനൊരു പെയിൻറ്റിങ് കൊടുത്തില്ലേ, അതുവഴി അവനാണെങ്കിൽ ലാപ്ടോപ്പിൽ ഇതെല്ലാം കാണുന്നുണ്ട്.
പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂൻസങ് ആണെങ്കിൽ ഫിനാൻഷ്യലിന്റെ ഹെഡിനെ വിളിച്ചിട്ട് പറയും, നിങ്ങളുടെ പുറകെയാണ് ഇപ്പോൾ യൂൻവോ, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചോണം, നിങ്ങൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതെല്ലാം സ്പീഡപ്പ് ആക്കണോ എന്ന്. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമന്റ് ചെയ്ത് അറിയിക്കാം. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.